ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സാറാസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ഇങ്ങെത്തിയല്ലേ, അപ്പോൾ സാറാസ് വ്ളോഗ്സിൻ്റെ സ്പെഷ്യൽ ക്രിസ്മസ് റെസിപ്പി വീഡിയോയും ഇങ്ങെത്തിയിട്ടുണ്ട്. എന്താണ് നമ്മളുടെ ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി എന്ന് നോക്കിയാലോ. ഇന്ന് നമ്മുടെ കേരള സ്റ്റൈലിലുള്ള ചിക്കൻ മപ്പാസും വട്ടയപ്പവുമാണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല കിടിലൻ ചിക്കൻ മപ്പാസിൻ്റെയും വട്ടയപ്പത്തിൻ്റെയും റെസിപ്പി ഫുള്ളായിട്ട് കാണാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് ആദ്യം വട്ടയപ്പത്തിനുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന ആ വറുത്ത അരിപ്പൊടി തന്നെയാണ് 2 കപ്പ് നമ്മൾ ഇതിലേക്ക് അളന്നിട്ടിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക്. അതേ സെയിം കപ്പിൽ തന്നെ നമുക്ക് 2 കപ്പ് തേങ്ങ ചിരകിയതും ആവശ്യമുണ്ട്. സെയിം കപ്പിൽ തന്നെ അളന്നെടുക്കുക. നിങ്ങൾ ഏത് കപ്പാണോ എടുക്കുന്നത് ആ കപ്പിൽ തന്നെ എടുക്കുക. അതുപോലെ ഒരു 1/2 കപ്പ് ചോറ്, 2 ടീസ്പൂൺ പഞ്ചസാര. നമ്മളിത് കറിക്കൊപ്പം വിളമ്പുന്നതുകൊണ്ട് മധുരം കുറച്ചാണ് എടുക്കുന്നത്. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ്, ആവശ്യത്തിന് കുറച്ച് ഉപ്പും, അതുപോലെ അരയ്ക്കാൻ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം. കട്ടിക്കാണ് നമ്മൾ അരച്ചെടുക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് വെള്ളം വേണ്ട. 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളുടെ ഇഡലി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. ചൂടുള്ള വെള്ളം എടുക്കുന്നത് ഈസ്റ്റ് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഈസ്റ്റ് നമ്മൾ കുതിർത്ത് വെക്കുന്നില്ല. ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ അതിൽ തന്നെ പഞ്ചസാരയും ചൂടുവെള്ളം ഉള്ളതുകൊണ്ട് ഈസ്റ്റ് ആക്റ്റ് ആയിക്കൊള്ളും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവ് അരച്ചെടുത്തിട്ട് ഇതിനൊരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച മാവാണിത്. ഇതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 3 മണിക്കൂറിൽ കൂടുതലാണെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചെന്ന് പറഞ്ഞ് കുഴപ്പമില്ല. മാക്സിമം സമയം വെക്കാൻ നോക്കുക. ഏറ്റവും കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും വെക്കുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു സ്റ്റീൽ പ്ലേറ്റിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. നമ്മൾ ഇഡലി ചെമ്പിൽ വെച്ചിട്ടാണ് ഇതിനെ ഒന്ന് ആവി കയറ്റി എടുക്കുന്നത്. പ്ലേറ്റിലല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇഡലിക്ക് മാവ് ഒഴിക്കുന്നത് പോലെയും നിങ്ങൾക്ക് ഇതിനെ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിതുപോലെ പ്ലേറ്റിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു 25 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ സമയം നമുക്കിതിനെ നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കണം. വട്ടയപ്പം ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന കുറച്ച് മാവിലേക്ക് നമുക്ക് കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പാലപ്പവും ചെയ്തെടുക്കാം. ഒരു ബാറ്റർ കൊണ്ട് തന്നെ നമുക്ക് 2 റെഡിയാക്കാം. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഇനി അത് ആവി കയറുന്ന സമയം നമുക്ക് ചിക്കൻ മപ്പാസ് റെഡിയാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ട്രഡീഷണൽ രുചിക്കൊക്കെ വെളിച്ചെണ്ണ തന്നെയാണ് ബെസ്റ്റ്. അതുപോലെ ഒരു 2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും നമുക്കിതിലേക്ക് ചേർത്ത് ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത ഒരു മണം വരുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം. വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 2 സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 20ഓളം ചെറിയ ഉള്ളി 2ആയിട്ടും 4ആയിട്ടും ഒക്കെ മുറിച്ച് അതും നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സവാളയും 20 ചെറിയ ഉള്ളിയും നമ്മൾ ഇതിലേക്കിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വളരെ അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റെസിപ്പി ഒന്നുമല്ല. നമുക്ക് വേഗത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പി തന്നെയാണ്. ഉള്ളി വഴന്ന് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വാടി തുടങ്ങിയപ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 6-7 പച്ചമുളക് നമ്മൾ ഇതിലേക്ക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഒരു എരിവുള്ള ഒരു ഡിഷല്ല ഇത്. ഒരു ചെറിയ തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതും കഷ്ണങ്ങളായിട്ട് മുറിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയാണ് നമ്മൾ പൊടികളായിട്ട് ഇതിൽ ചേർക്കുന്നത്. എരിവിന് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇത് ഭയങ്കര എരിവുള്ള ഒരു ഡിഷല്ല. അപ്പോൾ നമ്മളിതിനെ
ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന 1 കിലോ വരുന്ന ചിക്കൻ പീസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മൺചട്ടിയിൽ ഇങ്ങനെയുള്ള ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ്. അതുകൊണ്ട് മൺചട്ടി ഉള്ളവർ അങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് ഈ ചിക്കൻ പീസ് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ തേങ്ങയുടെ ഏകദേശം ഇടത്തരം വലിപ്പമുള്ള ഒരു തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം തന്നെ ഒന്ന് ചെയ്ത് വെച്ചേക്കുക. 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുള്ളതിൽ നിന്ന് നമുക്ക് 2-ാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2-ാം പാലിൽ ചിക്കൻ നന്നായിട്ട് വെന്ത് വരട്ടെ. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം. ഒരു ഹാപ്പി ന്യൂസും ഉണ്ട്. നമ്മളുടെ സബ്സ്ക്രൈബർ ഫാമിലി 3K കടന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും കൊണ്ട് മാത്രമാണ് ഇത്രയും പെട്ടെന്ന് നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 1-ാം പാല് ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്തിട്ട് പിന്നെ അധികം കറി തിളപ്പിക്കേണ്ട, നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിനെ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആ തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പില നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി അത്യാവശ്യം വലിപ്പമുള്ളത് റൗണ്ടായിട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ഓരോ പീസായിട്ട് നമുക്ക് ഈ കറിയുടെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. കൈ പൊള്ളാതെ സൂക്ഷിച്ചൊന്ന് വെച്ച് കൊടുക്കുക. കറിക്ക് നല്ല ചൂടുണ്ടാകും. അപ്പോൾ നമ്മൾ തക്കാളി ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു 2 തണ്ട് കറിവേപ്പിലയും ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് കറി അടച്ച് വെക്കാം. നമ്മളുടെ ചിക്കൻ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വട്ടയപ്പവും കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ ചിക്കൻ മപ്പാസും വട്ടയപ്പവും റെഡി ആയിട്ടുണ്ട്. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും സാറാസ് വ്ലോഗ്സിൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഈ ഒരു ക്രിസ്മസ് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.